ചൂടുള്ള സമയത്ത് അതല്ലെങ്കിൽ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മളെല്ലാം വിയർക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് ഈ വിയർപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് വിയർക്കുന്ന ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഹൈപ്പർ ഹൈഡ്രോസിസ്. ഇതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഡ്രസ്സ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയുടെ ഡ്രസ്സ് ആകെ നനഞ്ഞൊലിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ കൈകൾ കഴുകിയാൽ എങ്ങനെ നനഞ്ഞിരിക്കുന്നോ അതേ അവസ്ഥയിലാണ് അവരുടെ ഉള്ളം കൈകൾ സ്വെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് മൊബൈൽ പിടിക്കാനോ പേന പിടിക്കാനോ എന്തിനധികം പറയുന്നത് കോൺഫിഡന്റ് ആയിട്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും ആ വ്യക്തികൾക്ക് സാധിക്കില്ല. അത് മാത്രമല്ല, വിയർപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബോഡി ഓർഡറുമായിട്ട് കണക്റ്റഡ് ആണ്. സാധാരണ ഒരു വ്യക്തി വിയർക്കുന്നതിനേക്കാൾ ഒരുപാടധികമായി അവരുടെ കാൽപാദത്തിന്റെ അടിയിലും അതുപോലെ തന്നെ അണ്ടർ ആംസ് ഒക്കെ സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ട് ബോഡി ഓർഡറും അവരുടെ കോൺഫിഡൻസിനെ ബാധിച്ചേക്കാം. എന്താണ് ഈ ഒരു കണ്ടീഷനുള്ള ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലിനിക്കൽ സ്ട്രെങ്ത് ഉള്ള ആന്റി പെർസ്പിറൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്വെറ്റ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിയർക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനായിട്ടുള്ള മെഡിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൂടാതെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മുടെ സ്വെറ്റിംഗ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡിനും ഫീറ്റിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ഇലക്ട്രിക്കൽ ട്രീറ്റ്മെന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും കൂടാതെ നമുക്കൊക്കെ ഇപ്പോൾ വളരെ സുപരിചിതമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് ബൊട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ബൊട്ടോക്സ് ഇഞ്ചക്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്.